ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 6ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ ബേസിക് സയൻസിൽ 7ാമത്തെ ചാപ്റ്ററാണ് ആകർഷിച്ചും വികർഷിച്ചും. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശക്തമായ കാറ്റ് വീശുമ്പോൾ നീനുവിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ ചുമരിൽ വന്നിടിക്കുക സാധാരണമാണ്. നീനുവും ചേട്ടനും ചേർന്ന് ചില ഉപകരണങ്ങൾ സംഘടിപ്പിച്ചു. വാതിൽ ചുമരിനോട് ചേർന്ന ഭാഗത്ത് ചുമരിലും വാതിലുമായി അവ ഉറപ്പിച്ചു. ഇപ്പോൾ വാതിൽ തുറന്നു വെച്ചാൽ ചുമരിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നു. കാറ്റത്ത് ചുമരിൽ വന്നിടിക്കുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ ചോദിച്ചു, എന്ത് സൂത്രപ്പണിയാണ് നിങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്തായിരിക്കാം അവർ ചെയ്തത്? നമുക്ക് എന്താണ് ചില സാധനങ്ങളുടെ പട്ടിക കാണിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. എന്തായിരിക്കും അവര് ചെയ്തേക്കുന്നതെന്ന്. ഇവിടെ നോക്കിക്കേ, 4 സെറ്റ് കാണിച്ചിട്ടുണ്ട്. ഈ 4 സെറ്റിൽ ഏതെങ്കിലും ഒരു സെറ്റായിരിക്കും അവര് ഉപയോഗിച്ചിട്ടുണ്ടാവുക, അല്ലേ? നോക്കിക്കേ, സെറ്റ് 1 മരക്കഷ്ണം പശയാണ് പറഞ്ഞിട്ടുള്ളത്. സെറ്റ് 2 കാന്തവും ഇരുമ്പ് കഷ്ണവും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റ് 3 2 കാന്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? സെറ്റ് 4 ഇഷ്ടിക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവര് ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടമായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അല്ലേ? ഇനി നോക്കിക്കേ, വലിച്ചടുപ്പിക്കുന്ന കാന്തം. നമ്മൾ കാന്തം കണ്ടിട്ടുണ്ട്, അല്ലേ? കാന്തം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? ചില വസ്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? കാന്തം ആകർഷിക്കുന്നുണ്ട്. ചില വസ്തുക്കളെ കാന്തം ആകർഷിക്കുന്നുണ്ട്. നോക്കിക്കേ, മുട്ടുസൂചി, ബ്ലേഡ്, സേഫ്റ്റി പിൻ, ഇരുമ്പാണി ഇവയൊക്കെ കാന്തത്തിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുന്നത്? കാന്തം അതിനെയൊക്കെ ആകർഷിക്കും, അല്ലേ? അപ്പോൾ കാന്തത്തിലേക്ക് മുട്ടുസൂചി, ബ്ലേഡ്, സേഫ്റ്റി പിൻ, ഇരുമ്പാണി എന്നിവയെല്ലാം പറ്റിച്ചേർന്ന് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയും. നമുക്കറിയാം, ചില വസ്തുക്കൾ കാന്തം ആകർഷിക്കുന്നുണ്ട്, ചിലത് കാന്തം ആകർഷിക്കാറില്ല, അല്ലേ? കാന്തം ആകർഷിക്കുന്നവ ഏതൊക്കെയാണ്? മുട്ടുസൂചി, ഇരുമ്പ്, പിന്നെന്താണ്, ബ്ലേഡ് എന്നിവയൊക്കെ കാന്തം ആകർഷിക്കുന്നുണ്ട്. കാന്തം ആകർഷിക്കാത്തവ ഏതൊക്കെയാണ്? റബ്ബർ, പിന്നെന്താണ്, സ്റ്റീൽ പാത്രം, പിന്നെ പേന എന്നിവയൊന്നും, ചില്ല്, സ്പൂണ് എന്നിവയൊന്നും എന്താണ് കാന്തം ആകർഷിക്കത്തില്ല. ശരിയല്ലേ? നോക്കിക്കേ, കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ എന്താണ് പറയുന്നത്? കാന്തിക വസ്തുക്കൾ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. ഏതൊക്കെയാണ്? ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. ഓക്കെ, നോക്കിക്കേ, കാന്തം കണ്ടെത്തിയ കഥ. നമുക്കതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഗ്രീക്കുകാർ കാന്തം കണ്ടെത്തിയ അതേ കാലത്ത് തന്നെ ചൈനക്കാരും കാന്തം കണ്ടെത്തിയിരുന്നു. ചില വസ്തുക്കളെ ആകർഷിക്കുന്നതിന് പുറമെ സ്വതന്ത്രമായി തൂങ്ങിക്കിടക്കുമ്പോൾ കാന്തം ഒരേ ദിശയിൽ തന്നെ സ്ഥിതി ചെയ്തിരുന്നതായും ഇവർ കണ്ടെത്തി. ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിലും കാന്തത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന് മുമ്പ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന സുശ്രുതൻ ഓപ്പറേഷന് കാന്തം ഉപയോഗിച്ചിരുന്നു. നോക്കിക്കേ, ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൻ പ്രദേശത്ത് ഒരു വടിയും കുത്തിപ്പിടിച്ച് ആടുകളെ മേച്ച് നടക്കുകയായിരുന്നു. ഒരു പാറ ചവിട്ടി കയറുമ്പോൾ പെട്ടെന്ന് വടി പാറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ. പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാർ മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു വന്നു. ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ്. പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ്? ഇരുമ്പ്, ഉരുക്ക്. ഇത്തരം കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. നോക്കിക്കേ, വ്യത്യസ്ത ഇനം കാന്തങ്ങൾ. നമ്മൾ കണ്ടിട്ടുള്ള കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയും വലുപ്പവുമാണോ? അല്ല, നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള കാന്തങ്ങൾ കണ്ടിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ വിവിധ തരത്തിലുള്ള കാന്തങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബാർ കാന്തം കാണിച്ചിട്ടുണ്ട്, യു കാന്തം കാണിച്ചിട്ടുണ്ട്, ഡിസ്ക് കാന്തം കാണിച്ചിട്ടുണ്ട്, റിങ് കാന്തം കാണിച്ചിട്ടുണ്ട്, ആർക്ക് കാന്തം കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ കാന്തവും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇരുമ്പിന്റെ കൂടെ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന
അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്താ പറയുന്നത്? ഇരുമ്പിന്റെ കൂടെ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. നിയോഡിമിയം, സമീറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. നിയോഡിമിയം, സമേറിയം. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കി വെക്കണേ. അൽനിക്കോ എന്ന കൂട്ടുലോഹം ഉപയോഗിച്ചാണ് സാധാരണയായി സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഇരുമ്പ് 63%, നിക്കൽ 20%, അലൂമിനിയം 12%, കൊബാൾട്ട് 5% എന്നീ അനുപാതത്തിൽ ചേർത്താണ് അൽനിക്കോ ലോഹസങ്കരം നിർമ്മിക്കുന്നത്. ലോഹസങ്കരമായതിനാൽ തുരുമ്പിക്കില്ല എന്നതാണ് അൽനിക്കോയുടെ സവിശേഷത. ഓക്കെ, ഇനി നോക്കിക്കേ, കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ. TV, റേഡിയോ, മൈക്ക് സെറ്റ് തുടങ്ങിയവയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സ്പീക്കറുകളാണ്. സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണുകളിലും ഹെഡ്ഫോണുകളിലും കാന്തമുണ്ട്. വടക്കുനോക്കി യന്ത്രം നിർമ്മിക്കുന്നതിനായിരുന്നു പണ്ട് പ്രധാനമായും കാന്തം ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒട്ടാകെ എന്തുണ്ട്? കാന്തം സ്വാധീനിച്ചിട്ടുണ്ട്. വാച്ച്, ക്ലോക്ക്, TV, റേഡിയോ, കമ്പ്യൂട്ടർ, ഹെഡ്ഫോൺ, മൊബൈൽ ഫോൺ തുടങ്ങിയവയിലെല്ലാം എന്തുണ്ട്? കാന്തമുണ്ട്. റെഫ്രിജറേറ്റർ, കിച്ചൺ ക്യാബിനറ്റ് ഡോർ, വാതിൽ, ബാഗ്, ചെസ് ബോർഡ് എന്നിവയിലും കാന്തങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ചിത്രത്തില് കാന്തത്തിന്റെ വലുപ്പമൊക്കെ നോക്കിക്കേ, എത്രത്തോളമാണ്? വ്യത്യസ്തമാണ് അല്ലേ? അപ്പോൾ ഉപകരണത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് കാന്തത്തിന്റെ ആകൃതിയും വലുപ്പവും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. എന്താണ്? ഉപകരണത്തിന്റെ പ്രത്യേകത അനുസരിച്ച് കാന്തത്തിന്റെ ആകൃതിയും വലുപ്പവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, നോക്കിക്കേ, ഇത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. വായിച്ചു നോക്കാം. സൗണ്ട് ബോക്സിലെ സ്പീക്കർ വലുതും ഹെഡ്ഫോണിൽ ഉപയോഗിക്കുന്ന സ്പീക്കർ ചെറുതും ആയതിന്റെ കാരണം എന്തായിരിക്കും? രണ്ട് സ്പീക്കറുകൾക്കും ഒരേ ഉച്ചതയിലുള്ള ശബ്ദം ആവശ്യമുണ്ടോ? നോക്കിക്കേ, ലൗഡ് സ്പീക്കറിന്റെ കാന്തം വലുതായതിന് കാരണം എന്താണ്? ആ സൗണ്ട് എന്താണ്? നമുക്ക് ഒച്ചത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെ തന്നെ ഹെഡ്ഫോണിലെ കാന്തം ചെറുതായതിന് കാരണം എന്താണ്? അത് നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് കേട്ടാൽ മതി അല്ലേ? അതുകൊണ്ടാണ് വലുപ്പത്തിനനുസരിച്ചാണ് അതിൽ എന്ത് ചെയ്തേക്കുന്നത്? സ്പീക്കർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ശരിയല്ലേ? ഒരാൾ സംസാരിക്കുന്നത് കൂടുതൽ ആളുകളെ കേൾപ്പിക്കാൻ ഏത് സ്പീക്കറാണ് ഉപയോഗിക്കുന്നത്? ഒരാൾ സംസാരിക്കുന്നത് കൂടുതൽ ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ സ്പീക്കറാണ് ഉപയോഗിക്കുന്നത്. ശരിയല്ലേ? കാന്തങ്ങൾക്ക് വ്യത്യസ്ത ആകൃതി എന്തിനാണ്? സ്പീക്കറുകളിൽ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതി നാം മനസ്സിലാക്കി. ഇനി നോക്കിക്കേ, ഒരു മിനി മോട്ടോറിലെ കാന്തങ്ങളുടെ ചിത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവയുടെ ആകൃതിയിലും വലുപ്പത്തിലുള്ള വ്യത്യാസം എന്താണ്? ഉപകരണത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ചാപരൂപത്തിലുള്ള കാന്തങ്ങളോ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ് യോജിക്കുക. എന്താണ്? ഉപകരണത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിൽ ഉപയോഗിക്കുന്ന കാന്തത്തിന്റെ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും. മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ചാപരൂപത്തിലുള്ള കാന്തങ്ങളോ അല്ലെങ്കിൽ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ് യോജിക്കുക. ഇരുമ്പ് പൊടി ശേഖരിക്കാൻ. മുറ്റത്ത് നിന്ന് ഇരുമ്പ് പൊടി ശേഖരിക്കാം. ഒരു കാന്തം തുണി കൊണ്ടോ പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് മുറ്റത്തെ മണ്ണിലൂടെ അല്പദൂരം വലിച്ചുകൊണ്ട് പോകൂ. പൊതിയുടെ പുറത്ത് കറുത്ത പൊടി പറ്റിപ്പിടിക്കുന്നില്ലേ? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ മണ്ണിലുണ്ട് എന്നല്ലേ ഇത് തെളിയിക്കുന്നത്. ഇരുമ്പ് പണികൾ നടക്കുന്ന വർക്ക്ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഇരുമ്പ് പൊടി ശേഖരിക്കാം. കാന്തത്തിൽ പറ്റിപ്പിടിച്ച ഇരുമ്പ് പൊടി നീക്കം ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇരുമ്പ് പൊടി ശേഖരിക്കുമ്പോൾ കാന്തം പൊതിഞ്ഞ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? മഴ പെയ്തതിന് ശേഷം ഇങ്ങനെ ഒഴുകിപ്പോയ മേൽമണ്ണിൻ്റെ അടിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കറുത്ത പൊടിമണ്ണ് കിടക്കുന്നത്. നമ്മൾ അതൊക്കെ എടുത്ത് ഇതുപോലെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, പിന്നെന്താ പറയുന്നത്? കാന്തം ആകർഷിക്കുമ്പോൾ കാന്തങ്ങളുടെ ആകർഷണ ശക്തി എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ എന്നാണ് നോക്കാൻ പോകുന്നത്.
ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് വിവിധ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാന്തങ്ങളുടെ ആകർഷണ ശക്തി എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ എന്ന്. അപ്പോൾ എന്താണ്, ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത് നോക്കാം. നോക്കിക്കേ, പ്രവർത്തനം എന്താണെന്ന്. ചാർട്ട് പേപ്പറിൽ അങ്ങിങ്ങായി ഇരുമ്പ് പൊടി വിതറിയിടുക. ഒരു ബാർ കാന്തം നൂലിൽ കെട്ടിത്തൂക്കി ഇരുമ്പ് പൊടിയിലേക്ക് കൊണ്ടുവരിക. എന്താ സംഭവിക്കുന്നത്? കാന്തത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഇരുമ്പ് പൊടി പറ്റി പിടിക്കുമോ? ഏതു ഭാഗത്താണ് കൂടുതൽ പറ്റി പിടിച്ചിരിക്കുന്നത്? ഏതു ഭാഗത്താണ് കുറവ്? നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്താണ്? കാന്തത്തിന്റെ രണ്ട് അറ്റത്തായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇരുമ്പ് പൊടി പറ്റി പിടിക്കുന്നത്. അപ്പോൾ അതിന്റെ സെന്ററിൽ എന്താണ്? ആ ഇരുമ്പ് പൊടിയൊന്നും കാണത്തില്ല അല്ലേ? അപ്പോൾ കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? കാന്തത്തിന്റെ ധ്രുവങ്ങളിലാണ്. കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്നാണ് പറയുന്നത്. എന്താണ്? കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രങ്ങളെ എന്താ പറയുന്നത്? കാന്തിക ധ്രുവങ്ങൾ എന്നാണ് പറയുന്നത്. എല്ലാ കാന്തങ്ങൾക്കും ധ്രുവങ്ങൾ ഉണ്ടോ? വൃത്തം, റിങ്, യു തുടങ്ങിയ ആകൃതിയിലുള്ള കാന്തങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാം. ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? അതിൻ്റെ ധ്രുവങ്ങളിൽ മാത്രമാണ് ഇരുമ്പ് പൊടി പറ്റിപ്പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, എല്ലാ കാന്തങ്ങൾക്കും എന്തോ ഉണ്ട്? ധ്രുവങ്ങൾ ഉണ്ട്. ഓക്കെ, നോക്കിക്കേ, കാന്തം തൂക്കിയിട്ടാൽ, സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തം എപ്പോഴും ഒരേ ദിശയിലാണോ? അപ്പോൾ ഇവിടെ ഒരു പരീക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്? ഒരു ബാർകാന്തം എടുത്ത് രണ്ട് അഗ്രങ്ങളും തുലനം ചെയ്യുന്ന വിധം തിരശ്ചീനമായി നൂലിൽ തൂക്കിയിടുക. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ കാന്തത്തിന് സമീപം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാന്തം നിശ്ചലമാകുമ്പോൾ ധ്രുവങ്ങൾ ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ കാന്തം നിശ്ചലമായിട്ട് തൂക്കിയിടണം. എന്നാൽ തൂക്കിയിടുന്ന സമയത്ത് അതിൻ്റെ സമീപത്തെങ്ങും കാന്തം ആകർഷിക്കുന്ന ഒരു വസ്തുവും ഉണ്ടാവരുത്. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ ദിശയിലേക്ക് കാന്തം തിരിയും. അതുകൊണ്ട് കാന്തം സ്വതന്ത്രമായി തൂക്കിയിടണം. കാന്തം ആകർഷിക്കുന്ന ഒരു വസ്തുക്കളും ആ ഒരു സമീപത്ത് ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ എത്ര കാന്തങ്ങൾ അങ്ങനെ തൂക്കിയിട്ടാലും അവ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അത് തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്. കാന്തം സ്വതന്ത്രമായിട്ട് തൂക്കിയിടുമ്പോൾ അത് എന്താ ചെയ്യുന്നത്? അത് ഒരേ ദിശയിലാണ് നിൽക്കുന്നത്. ഏത് ദിശയാണ്? തെക്ക് വടക്ക് ദിശയാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ കാന്തത്തേൽ സൗത്ത് പോളും നോർത്ത് പോളും അടയാളപ്പെടുത്തുമ്പോഴും നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന്, കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിന്. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം. എന്താണ്? ഭൂമി ഒരു കാന്തം. ഭൂമി ഒരു വലിയ കാന്തത്തെ പോലെ വർത്തിക്കുന്നു. ഇത് ആദ്യം മനസ്സിലാക്കിയത് വില്യം ഗിൽബർട്ട് എന്ന ശാസ്ത്രജ്ഞനാണ്. ഭൂമിക്ക് ഭൂമിശാസ്ത്രപരമായ തെക്കും വടക്കും ഉള്ളതുപോലെ ഭൂമിയെ ഒരു കാന്തമായി പരിഗണിക്കുമ്പോൾ അതിനും തെക്കും വടക്കും ധ്രുവങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഭൂകാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും ഭൂമിശാസ്ത്രപരമായ ഉത്തര ധ്രുവത്തിനടുത്തും ഭൂകാന്തത്തിന്റെ ഉത്തര ധ്രുവം ഭൂമിശാസ്ത്രപരമായ ദക്ഷിണ ധ്രുവത്തിനടുത്തുമാണ്. ഓക്കെ, നോക്കിക്കേ, ധ്രുവങ്ങൾ അടുക്കുമ്പോൾ കാന്തം ചില ലോഹങ്ങളെ ആകർഷിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കി. ഇനി നോക്കിക്കേ, ഒരു കാന്തം മറ്റൊരു കാന്തത്തെ ആകർഷിക്കുമോ? ഇവിടെ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. നോർത്ത് സൗത്ത് അടയാളപ്പെടുത്തിയ ഒരു ബാർകാന്തം, ഒന്നല്ല രണ്ട് ബാർകാന്തങ്ങൾ എടുക്കണം. ഒന്ന് ഒരു പ്രതലത്തിൽ വെക്കണം. ഈ കാന്തത്തിന്റെ മധ്യഭാഗത്തായി മറ്റൊരു ബാർകാന്തത്തിന്റെ ഒരു ധ്രുവം കൊണ്ടുവരണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചേക്കാം. നമുക്ക് ഈ ഒരു ചിത്രം അതിനോട്ട് എടുക്കാം. ഇവിടെ നമ്മൾ സൗത്ത് പോള് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മേളിൽ നോർത്ത് പോള്, ഇവിടെ സൗത്ത് പോള്, നോർത്ത് പോള്. അപ്പോൾ നമ്മൾ ഈ ഒരു കാന്തത്തിന്റെ മധ്യഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ഇത് തെന്നിമാറി അത് സൗത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ട് കാന്തങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രണ്ട് കാന്തങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. നോക്കിക്കേ, ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. രണ്ട് കാന്തങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ എന്താ കാണിച്ചേക്കുന്നത്? സെയിം പോളാണ് കാണിച്ചേക്കുന്നത് അല്ലേ? ഒരേ പോളാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള പോളാണ് കാണിച്ചേക്കുന്നത്. ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ള പോളാണ് കാണിച്ചേക്കുന്നത്. ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ള പോളാണ് കാണിച്ചേക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ള പോളാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ എന്താണ്? ഒരേപോലത്തെ പോളാണ് കാണിച്ചേക്കുന്നത്. ഇവിടെയും ഒരേപോലത്തെ പോളാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വരുന്നത് എന്ത് ചെയ്യുന്നു? ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വരുന്നത് വികർഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള പോള് വരുന്നവർ എന്ത് ചെയ്യുന്നു? അവർ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആകർഷിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങൾ വരുമ്പോൾ അവർ ആകർഷിക്കുന്നു. വികർഷിക്കുന്നത് ഒരേപോലെയുള്ള പോള് വരുന്നത് എന്ത് ചെയ്യുന്നു? വികർഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണ്? കാന്തത്തിന്റെ ഒരേതരം ധ്രുവങ്ങളെ എന്താ പറയുന്നത്? സജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നു. വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറയുന്നു. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. എന്താ ഓർക്കേണ്ടത്? കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരേപോലെ ഇരിക്കുന്നതിനെ എന്താ പറയുന്നത്? സജാതീയ ധ്രുവങ്ങൾ എന്നാണ്. വ്യത്യസ്ത തരമായിട്ടുള്ളതിനെ പറയുന്നത് എന്താണ്? വിജാതീയ ധ്രുവങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കാൻ എന്താ? ആണും പെണ്ണും അല്ലേ കല്യാണം കഴിക്കുന്നത്? അപ്പോൾ ആണും പെണ്ണും എന്താണ്? വ്യത്യസ്തമായിട്ടുള്ളതല്ലേ ആണും പെണ്ണും. അപ്പോൾ എന്താ പറയുന്നത്? വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങൾ തമ്മിൽ ആകർഷിക്കും. ഒരേപോലുള്ളവർ ആകർഷിക്കുമോ? ഇല്ല, വ്യത്യസ്തമായിട്ടുള്ളവരാണ് ആകർഷിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ആകർഷണത്തിന്റെ പരിധി. നമുക്കറിയാം ചില വസ്തുക്കളെ കാന്തം ആകർഷിക്കുന്നുണ്ടല്ലേ? കാന്തം എന്താണ്? ഒരു പരിധിക്കപ്പുറം വസ്തുക്കളെ, അതായത് ദൂരത്തിനപ്പുറം കാന്തിക വസ്തുക്കളെ ആകർഷിക്കാൻ കാന്തത്തിന് കഴിയത്തില്ല. ഒരു പരിധിയുണ്ട് കാന്തത്തിന് വസ്തുക്കളെ ആകർഷിക്കാനായിട്ട്. ദൂരം കൂടുന്നതിനനുസരിച്ച് ആകർഷണക്കുറവ് കുറയും അല്ലേ? അപ്പോൾ പുസ്തകത്തിൽ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രധാന പോയിന്റ് മാത്രം ഒന്ന് നോക്കാം. കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകും തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. എന്താ പറയുന്നത്? കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ മാത്രമാണ് കാന്തിക ശക്തി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ്? നമ്മൾ സ്കൂളിലൊക്കെ വെച്ച് ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ടാവും. എന്താണ്? പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കാന്തം വെച്ചിട്ട് ഇരുമ്പ് പൊടി വിതറുമ്പോൾ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? അതിൻ്റെ ധ്രുവപ്രദേശങ്ങളിൽ മാത്രം ഒരുപാട് ഇരുമ്പൊടി നല്ല ഷേപ്പിൽ ആയിട്ടുണ്ടാവും അല്ലേ? നടുക്ക് വളരെ കുറച്ച് ഇരുമ്പൊടി മാത്രമായിരിക്കും കാണുന്നത്. നമ്മളങ്ങനെ സ്കൂളിൽ വെച്ചൊക്കെ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് പറയുന്നത്, കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകും തോറും കാന്തിക ശക്തി കുറവും ആയിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഒരു കാന്തത്തിന് ഒരു പരിധിക്കപ്പുറം എന്ത് ചെയ്യാൻ കഴിയില്ല? വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയില്ല. വസ്തുക്കളെ അതിനെ ആകർഷിക്കാൻ കഴിയുന്ന ആ ഒരു മേഖലയാണ് കാന്തിക മണ്ഡലം. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം. നോക്കിക്കേ, ഈ ചിത്രത്തിൽ വിവിധ കാന്തങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഇതുപോലെ കാന്തങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ സ്പീക്കറുകളൊക്കെ പൊട്ടിച്ചോ അല്ലെങ്കിൽ റേഡിയോ പൊട്ടിച്ചോ വാച്ചുകൾ പൊട്ടിച്ചോ ഒക്കെ നമ്മൾ കാന്തങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ? ഓക്കെ, ഇനിയും ചില പോയിന്റുകൾ മനസ്സിലാക്കി വെച്ചേക്കണം. ക്രോഡീകരിച്ച് പറയുവാണേ. കാന്തശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗങ്ങളെ എന്താ പറയുന്നത്? ധ്രുവങ്ങളെന്നാണ് പറയുന്നത്. സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തത്തിന്റെ ധ്രുവങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. തെക്ക് ഭാഗത്തേക്ക് സ്ഥിതി ചെയ്യുന്ന ധ്രുവത്തെ ദക്ഷിണ ധ്രുവമെന്നും വടക്ക് ഭാഗത്തുള്ള ധ്രുവത്തെ ഉത്തര ധ്രുവമെന്നും പറയുന്നു. ഓക്കെ, രണ്ട് കാന്തങ്ങളുടെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും ചെയ്യുന്നു. ഒരേപോലെയുള്ള ധ്രുവങ്ങൾ എന്തോ ചെയ്യും? വികർഷിക്കും. വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങൾ ആകർഷിക്കും. കാന്തം കൊണ്ടുരച്ച് കാന്തിക വസ്തുക്കളെ കാന്തമാക്കാം. കാന്തം കൊണ്ടുരച്ച്
കാന്തിക വസ്തുക്കളെ നമുക്ക് കാന്തമാക്കാനായിട്ട് സാധിക്കും. കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തശക്തി കൂടുതലും ധ്രുവങ്ങളിലല്ലാത്ത ഭാഗത്ത് കാന്തശക്തി കുറവുമായിരിക്കും. അപ്പോൾ അതിന്റെ ധ്രുവപ്രദേശത്ത്, അത് പ്രധാനപ്പെട്ട പോയിന്റാണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കാന്തത്തിന്റെ ധ്രുവഭാഗത്താണ് എന്തുള്ളത്, കാന്തശക്തി കൂടുതലായിട്ടുള്ളത്. അതിന്റെ മധ്യഭാഗത്ത് കാന്തശക്തി കുറവായിരിക്കും. ഓക്കെ, കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തശക്തി കൂടുതലും ധ്രുവങ്ങളല്ലാത്ത ഭാഗത്ത് കാന്തശക്തി കുറവുമായിരിക്കും. കാന്തത്തിനു ചുറ്റും കാന്തശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. കാന്തത്തിനു ചുറ്റും കാന്തശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു. ശക്തി കൂടിയ കാന്തത്തിന് ആകർഷണ പരിധി കൂടുതലായിരിക്കും. ശക്തി കൂടിയ കാന്തത്തിന് ആകർഷണ പരിധി കൂടുതലായിരിക്കും. കാന്തങ്ങൾ ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാം. കാന്തത്തിന് അനവധി ഉപയോഗങ്ങളുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, എന്നാൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിനകത്തുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാക്കി പഠിക്കുക. എക്സാമിന് ചോദിക്കും. ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ എക്സാമിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.